ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പുതിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മിഠായി പൂജയുടെ പുതിയൊരു ക്വിസ് വീഡിയോ ആണ്. എന്ത് വീഡിയോ? സബ്ജക്ട് സെപ്റ്റംബർ 9 അക്ഷരമുറ്റം സ്കൂൾ ലെവൽ മത്സരം നടക്കുന്നത്. സമയം കുറവ്, കൂടുതൽ പഠിക്കാനുണ്ട്. സോ അക്ഷരമുറ്റവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. ഓക്കെ, അക്ഷരമുറ്റത്തിന്റെ ക്വസ്റ്റിന്റെ പ്രത്യേകതകൾ അറിയാലോ. അക്ഷരമുറ്റം പതിപ്പിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ കാണും, കറണ്ട് അഫയേഴ്സ് 4-5 ചോദ്യങ്ങൾ കാണും, ബാക്കിയൊക്കെ ജനറൽ നോളജ് തന്നെയാണ്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. സ്വതന്ത്ര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തപാൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് ആലേഖനം ചെയ്യപ്പെട്ടത് എന്താണെന്നറിയോ? ഏത് ചിത്രമാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റാമ്പ് ഇന്ത്യയുടെ ദേശീയ പതാകയാണ്, ഓർത്തു വെച്ചേക്കണം. അപ്പൊ റുബി, ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റാമ്പ് ഏതാണെന്നറിയോ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആർക്കും പറയാം, ഇന്നയാളെന്നൊന്നുമില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് ചോദിച്ചാൽ ഏതാ? സിന്ധ് ഡാക്കാണ്. സിന്ധ് ഡാക്ക് നിങ്ങൾ അറിയാമെന്ന് പറഞ്ഞു. സിന്ധ് ഡാക്കാണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റാമ്പ്. ലോകത്തെ ആദ്യത്തെ സ്റ്റാമ്പോ? പെന്നി ബ്ലാക്ക്. ഇംഗ്ലണ്ടിലെ പെന്നി ബ്ലാക്ക് ആണ്. ഒരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ വനിത ആരാണെന്ന് പറയോ? വനിത എന്നല്ല, ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് തന്നെ ഇദ്ദേഹമാണ്. ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ്. പെന്നി ബ്ലാക്ക് ആണ് ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് പ്രത്യക്ഷപ്പെട്ട രാജ്ഞി ഏത് രാജ്ഞി? വിക്ടോറിയ. അങ്ങനെ തന്നെ പഠിക്കണം. എലിസബത്ത് രാജ്ഞിയും ബ്രിട്ടന്റെ രാജ്ഞിയാണ്. സോ വിക്ടോറിയ രാജ്ഞിയാണ്. പെന്നി ബ്ലാക്ക് ആണ് ആദ്യത്തെ സ്റ്റാമ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് സിന്ധ് ഡാക്ക് ആണ്. അത് ഒരു നാട്ടുരാജ്യത്തേക്ക് ഉള്ളതാണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യ എന്ന രാജ്യമായതിനു ശേഷമുള്ള ആദ്യത്തെ സ്റ്റാമ്പിൽ ഉണ്ടായിരുന്ന ചിത്രം ഇന്ത്യയുടെ ദേശീയ പതാകയാണ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിത ആരാ? മീരാബായി. ശരിയായ ഉത്തരവാണ്. മീരാബായി ആണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിത. എങ്കിൽ നിഷാൻ, ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശ വനിത ആരായിരിക്കും? ആനി ബസന്റ്. കറക്റ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യത്തെ വിദേശ വനിത ആരാ? ആദ്യത്തെ വനിത സരോജിനി നായിഡു. ആനി ബസന്റ്, സോറി, രണ്ടാമത്തെ സരോജിനി നായിഡു. ഓക്കെ, ദാ ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിത മീരാബായി ആണെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? അല്ല, അവർക്ക് ബാദൽ എന്നൊരു കുതിരയുണ്ടെന്നാണ് എന്റെ അറിവ്. ഝാൻസി റാണി ലക്ഷ്മിബായി ആണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ വനിത. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ സിനിമാ നടി ആരായിരിക്കും? നർഗീസ് ദത്ത്. സംശയമൊന്നും വേണ്ട. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ സിനിമാ നടി ഒരു നർത്തകി ആദ്യമായിട്ട് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആരാണെന്ന് പറയാമോ? അല്ല 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 മറിച്ച് ഭരതനാട്യത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. രുക്മിണി ദേവി അരുണ്ടേലാണ് ഇന്ത്യൻ തപാൽ. അതായത് കുഞ്ഞുകുട്ടിയമ്മ വേണ്ടല്ലേ, അത് മലയാളത്തിലേക്ക് ഒതുങ്ങുമല്ലോ. അപ്പോൾ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ നർത്തകി രുക്മിണി ദേവി അരുണ്ടേൽ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയ വനിത? സിസ്റ്റർ അൽഫോൺസ. കറക്റ്റാണ്. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ, കോട്ടയംകാരി അല്ലെ. ജനിച്ചത് കുമാരനെല്ലൂര്, അടക്കം ചെയ്തിരിക്കുന്നതാണ് ഭരണങ്ങാനത്ത്. അൽഫോൺസ നഗർ വിശുദ്ധ അൽഫോൺസാമ്മയുടെ കബറിടമൊക്കെ ചോദിച്ചാൽ അത് ഭരണങ്ങാനമാണ്. തീർത്ഥാടനം നടക്കുന്നത് ഭരണങ്ങാനമാണ്. ആ അൽഫോൺസാമ്മയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയ വനിത. അക്കാദമി ലോകപ്രശസ്തമായ ഒരു പഠന കേന്ദ്രമാണ്. ആരാണ് അക്കാദമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ചത്? ആരാ? പ്ലേറ്റോയാണ് അക്കാദമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ അരിസ്റ്റോട്ടലിന്, പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടലിനും വളരെ പ്രശസ്തമായ ഒരു പഠന കേന്ദ്രമുണ്ട്. പേര് പറയാം. ലൈസിയം. ശരിയായ ഉത്തരവാണ്. പ്ലേറ്റോയുടേത് അക്കാദമി, അരിസ്റ്റോട്ടലിന്റേത് ലൈസിയം. നമ്മൾ ഇന്നലത്തെ ക്വിസിൽ പറഞ്ഞിരുന്നു റിപ്പബ്ലിക് എന്നാണ് പ്ലേറ്റോയുടെ ബുക്കിന്റെ പേര്. ഈ അരിസ്റ്റോട്ടലിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഓർത്തെ, അരിസ്റ്റോട്ടില് ഇന്ത്യയുടെ ബയോളജിയുടെയും ജീവശാസ്ത്രത്തിന്റെ ജന്തുശാസ്ത്രത്തിന്റെ ഒക്കെ പിതാവാണ്. നമ്മളൊട്ടും കരുതത്തില്ലല്ലോ. ഓക്കെ, ഒരു പുസ്തകത്തിന്റെ പേര് കേട്ടോ, പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ. വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ. ആരെഴുതി?
എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യ. നിഷാൻ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാരടാ? എം വിശ്വേശ്വരയ്യ. അപ്പൊ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എഴുതാൻ സാധ്യതയാരാ? വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനം എത്രാം തീയതി എന്നറിയോ? സെപ്റ്റംബർ 14. സെപ്റ്റംബർ 15. എന്നാ? സെപ്റ്റംബർ 15. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എഴുതിയ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവായ എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനം അപ്പോൾ എന്ത് ദിവസമായിട്ടായിരിക്കും ഇന്ത്യയിൽ ആചരിക്കുന്നത്? നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ. ഇന്ത്യയിലെ എഞ്ചിനീയർ ദിനം എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയുടെ ദിനം. ഓക്കെ, നിഷാനോട് അടുത്ത ചോദ്യം. ആർക്കും പറയാം. കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരായിരിക്കും? പി സി മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് PC മഹലനോബിസ്. സാംഖ്യ എന്ന ഗ്രന്ഥമല്ല പ്രസിദ്ധീകരണം തുടങ്ങി വെച്ച ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് PC മഹലനോബിസ് ആണ്. PC മഹലനോബിസിന്റെ ഫുൾ നെയിം പ്രശാന്ത്. പറഞ്ഞു പറ. ചന്ദ്രശേഖർ. അയ്യോ, പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. ചന്ദ്രശേഖർ. ഏത് ഈ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസിന്റെ PC മഹലനോബിസിന്റെ ശക്തമായ ഇടപെടലിൽ ഉണ്ടായിരുന്ന 5 ഇയർ പ്ലാൻ ഏതാ? സെക്കൻഡ് 5 ഇയർ പ്ലാൻ. രണ്ടാം പദ്ധതിയാണ് കേട്ടോ മഹലനോബിസ് പ്ലാൻ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ PC മഹലനോബിസിനെ വളരെ നന്നായിട്ട് പഠിച്ചു വെക്കുക. പണ്ട് ഇന്ത്യക്ക് ആസൂത്രണ കമ്മീഷൻ ആയിരുന്നു, പ്ലാനിംഗ് കമ്മീഷൻ. ആ പ്ലാനിംഗ് കമ്മീഷനൊക്കെ മാറ്റി പകരം അതിന്റെ സ്ഥാനത്തേക്ക് ഒരു തിങ്ക് ടാങ്ക്, ഒരു പുതിയൊരു രൂപമാണ്. ഏതാണത്? നീതി ആയോഗ്. നീതി ആയോഗ്. ചോദ്യം അതുമായി ബന്ധപ്പെട്ട് എന്തും ചോദിച്ചു. ആണ് നീതി ആയോഗ് ഇന്ത്യയിൽ ആരംഭിച്ചത് എന്ന്? 2015 ജനുവരി 1. 2015 ജനുവരി 1 ശരിയായ ഉത്തരവാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ അല്ലേ പറഞ്ഞേ? ആരാ? പ്രധാനമന്ത്രി. ഇപ്പൊ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്തോ പറയുന്നേ? വൈസ് ചെയർമാനോ? എന്തിലോട്ടെ, അത് ആരാ? അല്ല, എനിക്കറിയില്ല. നിനക്ക് എന്ത് ചോദിച്ചോളാൻ പറഞ്ഞോണ്ട്. പുതിയ ആള് അനുരാഗ് ജെയിൻ. ഉറപ്പാണോ? കൊള്ളാം. അനുരാഗ് ജെയിൻ അല്ലേ ഞാൻ പറഞ്ഞേ? അതെ. വീഡിയോ കണ്ടിന്യൂ ചെയ്യില്ലേ? എന്തെങ്കിലും പറഞ്ഞോണ്ട് നിഷാൻ? ഏത് ബാങ്കിന്റെ നീ നോക്കി? അല്ല, ആ ഗ്യാപ്പിൽ എന്തെങ്കിലും പറയാനായിട്ട് പറഞ്ഞു. അതെ, ആ ഗ്യാപ്പിൽ എന്തെങ്കിലും. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ പേര് പത്രങ്ങളിലൂടെ എന്നാണ്. ഡെയിലി പത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് വളരെ രസകരമായ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പത്രങ്ങളിലൂടെ. അത് ഒരു ദിവസം 1 രൂപ എന്ന രീതിയിൽ ഒരു വർഷത്തേക്ക് 365 രൂപയാണ് ഫീസ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് നമ്മുടെ ഫീസ് അടയ്ക്കുക. കൂടെ അതിന്റെ സ്ക്രീൻഷോട്ടും കൂടെ ആ നമ്പറിലേക്ക് അയക്കേണ്ടതാണ്. നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകാം. അടിപൊളിയായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഒരു കാര്യം കൂടി, റൂബി ആ ഗ്രൂപ്പിൽ അംഗമാണോ? ഇവിടെ ഈ വീഡിയോയിൽ നിന്ന് പുറത്താക്കണം. ഓക്കെ. ശ്രീ അനുരാഗ് ജെയിൻ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് നീതി ആയോഗ് 2026. CEO. ഓക്കെ. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ. ആഹാ, എത്ര തവണ കേട്ടിട്ടുണ്ട് അല്ലെ? യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ്? ഏത് ബാങ്കിന്റെ ആപ്തവാക്യമാണ്? ഏതാ? ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കേരളത്തിൽ എവിടെയാണ്? ഫെഡറൽ നിലയം ഉള്ളത് നമ്മുടെ തലയോലപ്പറമ്പിലെ ഓഫീസാണ്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. ഇത് എവിടെയാ? ആലുവയാണ് കേട്ടോ ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഫെഡറൽ ബാങ്കിന്റെ ആപ്തവാക്യം നിബി. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ. ഓക്കെ. അടുത്തത് കുറെ ബാങ്കുകളുടെ കാര്യങ്ങളൊന്നും ഞാൻ തൽക്കാലം ചോദിക്കുന്നില്ല. ഇന്ത്യയില് ATM സൗകര്യം നടപ്പിലാക്കിയ ആദ്യത്തെ ബാങ്കിന്റെ പേര് പറയാമോ? 1987 മുംബൈയിലാണ് ഇന്ത്യയിൽ ഒരു ബാങ്ക് ആദ്യമായിട്ട് ATM സംവിധാനം നടപ്പിലാക്കുന്നത്. HSBC ബാങ്ക്. ഏതാ? HSBC. ദെൻ ഇന്ത്യയിൽ ഇന്റർനെറ്റ് സൗകര്യം ആരംഭിച്ച ആദ്യത്തെ ബാങ്ക്, ഇന്റർനെറ്റ് ബാങ്കിങ്ങും മറ്റ് സംവിധാനങ്ങളൊക്കെ, അത് ICICI ബാങ്കാണ്. ഏതാ? ഇന്ത്യയിൽ ATM സംവിധാനം ആരംഭിച്ച ആദ്യത്തെ ബാങ്ക്? HSBC ബാങ്ക്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സൗകര്യം ആരംഭിച്ച ആദ്യത്തെ ബാങ്ക്? ഓക്കെ, ICICI ബാങ്ക്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, രാജ്യാന്തര ദിനാങ്ക രേഖ, അതായത് ഒരു രേഖാംശ രേഖയാണ് അല്ലെ? അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സമയമൊക്കെ കണക്കാക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഗ്രീനിച്ച്, അത് 0 ഡിഗ്രിയാണ്. ആ ഗ്രീനിച്ചിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള 180 ഡിഗ്രിയിലുള്ളതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അത് ഒരു കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു കടലിടുക്കിലൂടെ. ഏത് കടലിടുക്ക്?
ഏത് കടലിടുക്കിലൂടെയാണ്? ബെറിംഗ് കടലിടുക്ക്. അയ്യോ എനിക്കറിയാം. എന്തുവാ? ബെറിംഗ് കടലിടുക്ക്. ബെറിംഗ് കടലിടുക്ക്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരുപാട് രാജ്യങ്ങളെ കുറിച്ച് അറിയാം. എന്നാൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരൊറ്റ ഏഷ്യൻ രാജ്യമേ ഉള്ളൂ. ഏതാണത്? ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഉത്തരാർദ്ധഗോളത്തിലാണെന്ന് അറിയാലോ. ഇന്ത്യക്ക് താഴേക്കൂടെയാണ് നമ്മൾ ഗ്ലോബ് നോക്കുമ്പോൾ ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ഏഷ്യൻ രാജ്യത്തിനായിരിക്കും ഭൂമധ്യരേഖ കടന്നു പോകാൻ സാധ്യതയുള്ളത്? ഏഷ്യയുടെ മാപ്പ് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ആലോചിച്ചിട്ട് പറ. ഏഷ്യയുടെ മാപ്പ് നോക്കുമ്പോൾ താഴേക്ക് കിടക്കുന്ന ഏതെങ്കിലും ഒരു ദ്വീപരാഷ്ട്രമല്ലേ പറ്റുള്ളൂ, ബാക്കിയൊക്കെ മേളിലല്ലേ? ഏഷ്യ, ജപ്പാൻ, ഇന്ത്യ, ഇന്തോനേഷ്യയാണ്. ജപ്പാന്റെയൊക്കെ പൊസിഷൻ നോക്കണം കേട്ടോ. ഇന്തോനേഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരവധി ദ്വീപുകളുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്? ഇന്തോനേഷ്യ അല്ല, മഡഗാസ്കർ ഐലൻഡ് ആണ്. ഏതാ? മഡഗാസ്കർ ആണ്. ഈ ഇന്തോനേഷ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലല്ല കേട്ടോ. ഇത് സമുദ്രങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രം എന്നുള്ളത് ആ ഒരു ഭാഗമാണ്. അതിൽ മഡഗാസ്കർ ആണ്. അസ്വാൻ അണക്കെട്ട് വളരെ കോമൺ ആയ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. അസ്വാൻ അണക്കെട്ട് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തെ ഏറ്റവും പ്രശസ്തമായ അണക്കെട്ടുകളിൽ ഒന്നാണ്. ആ രാജ്യത്താണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നുണ്ട്. വലിയ മരുഭൂമിയുണ്ട്. വിശ്വപ്രസിദ്ധമായ പൗരാണിക നിർമ്മിതികളുണ്ട്. ഈജിപ്ത്. സഹാറ മരുഭൂമിയും നൈൽ നദിയും പിരമിഡുകളും ഒക്കെയുള്ള ഈജിപ്തിലെ ഏറ്റവും വലിയ നിർമ്മിതികളിൽ ഒന്നാണ് അസ്വാൻ അണക്കെട്ട്. നൈൽ നദിയിലായിരിക്കും, പറയണ്ടല്ലോ പ്രത്യേകിച്ച്. ലോകത്തെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നാണ് ത്രീ ഗോർജസ് ഡാം. യെസ്. എവിടെയായിരിക്കും? ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഭൂമിയിൽ കാണാവുന്ന ഏക നിർമ്മിതിയൊക്കെ ഉള്ള രാജ്യം എന്നാ പറയുന്നത്. അത് വെറുതെ ചൈനയിലെ ഏത് നിർമ്മിതിയെ കുറിച്ച് അങ്ങനെ പറയുന്നത്? ഷിഹ്വന്തി എന്ന് പറയുന്ന രാജാവ്. ചുമ്മാ പറയുന്നതാണ്. ചുമ്മാ അത് പണ്ട് കാലത്തെ ക്വസ്റ്റ്യനിലൊക്കെ വന്നിരുന്ന, പക്ഷെ ചന്ദ്രനിൽ നോക്കിയിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. ചന്ദ്രനിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഷിഹ്വന്തി എന്ന് പറഞ്ഞ രാജാവിന്റെ കാലത്ത് നിർമ്മിച്ച ദ ഗ്രേറ്റ് വാൾ. ഇത് ത്രീ ഗോർജസ് ഡാം ഉള്ളതും ചൈനയിൽ തന്നെയാണെന്ന് ഓർത്തു വെക്കുക. റോക്കീസ് പർവ്വതം ഏത് ഭൂഖണ്ഡത്തിൽ? റോക്കീസ് വടക്കേ അമേരിക്ക. കറക്റ്റായ ഉത്തരവാണ്. റോക്കീസ് ശരിയായ ഉത്തരം. നോർത്ത് അമേരിക്ക ഉണ്ട്, വടക്കേ അമേരിക്ക. ഓക്കെ. മൗണ്ട് ആബു നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ പറ്റിയൊരു സുഖവാസ കേന്ദ്രമാണ്. ഇന്ത്യയിലെ ഏത് പർവ്വത നിരയിലാണ് മൗണ്ട് ആബു സുഖവാസ കേന്ദ്രം ഉള്ളത്? ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ്. രാജസ്ഥാനിലാണ് ആരവല്ലി. ആ ആരവല്ലിയിലാണ് മൗണ്ട് ആബു. ദിൽവാര ക്ഷേത്രങ്ങൾ. യെസ്, ദിൽവാര ജൈനമത ക്ഷേത്രങ്ങളുള്ളത് ആരവല്ലിയിലാണ്. ഗുരുശിഖ, ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് ഗുരുശിഖ എന്നാണ്. കറക്റ്റ് ഉത്തരവാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാ? തെഹിരി. ഉയരം കൂടിയത് ഹിരാക്കുഡ്. മാറിപ്പോരും. തെഹിരി എന്നുള്ളത് ഏതാ? ഭഗീരഥി നദിയിലല്ലേ? ഉത്തർപ്രദേശിലായിരിക്കും. ഗംഗയുടെ കൈവഴിയായ ഭഗീരഥിയിലുള്ള ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹിരി. അയ്യോ, അത് ഇതിനൊന്നും ക്ലൂ ഒന്നും വേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. തെഹ്രി എന്നുള്ള ഉയരം കൂടി അണക്കെട്ടാന്ന് നോക്കുക. ആവശ്യമാണ് ഒരു പടം എടുത്ത് നോക്കുക. മറ്റേതെന്താ? മഹാനദിയിലല്ലേ? ഏതാ ഇപ്പം പറഞ്ഞത്? ഹിരാക്കുഡാണ് ഏറ്റവും നീളം കൂടിയത് കേട്ടോ. ഓക്കെ. ജപ്പാനില് പരമ്പരാഗതമായി യുദ്ധം ചെയ്യുന്ന ചില യുദ്ധവീരന്മാരുണ്ട്. നമ്മളിവിടെ ചാവേറുകളൊക്കെ ഇല്ലേ, മാമാങ്കമൊക്കെ ആയി ബന്ധപ്പെട്ട്. യെസ്, സാമുറായി ആണ് ശരിയായ ഉത്തരമാണ്. സാമുറായി. ഓക്കെ. ഇന്ത്യയിൽ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ് ഭരണഘടനയുടെ കാവൽക്കാരൻ. ഓക്കെ അല്ലേ? ഏത് രാജ്യത്താണ് ആദ്യമായി, അല്ല വേണ്ട, തഞ്ചാവൂർ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത്? സിമ്പിൾ ചോദ്യം. കാവേരി നദിയുടെ തീരത്താണ് തഞ്ചാവൂർ. ഓക്കെ. തുള്ളലുകാരാ കവിത ചാട്ടവാറാക്കിയ കവി ആരാ? തുള്ളലുകാരനായതുകൊണ്ട് കവിത ചാട്ടവാറാക്കിയത്. പ്രാചീന കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായിരുന്നു മാമാങ്കം. കേരളത്തിന്റെ മാമാങ്കം എവിടെയാണത് നടന്നിരുന്നത്? സ്ഥലം ഭാരതപ്പുഴ. കറക്റ്റ് പറഞ്ഞു. തിരുനാവായ. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ എന്ന സ്ഥലത്താണ് മാമാങ്കം നടന്നിരുന്നത്. നിഷാന് പറയാൻ വേണ്ടി 1963 ഇന്ത്യ ആദ്യമായിട്ടൊരു റോക്കറ്റ് വിക്ഷേപിച്ചത്. ഓക്കെ. 1963
തുമ്പയിൽ നിന്നാണ്. എന്തായിരിക്കും അതിന്റെ പേര്? നൈക്ക് അപ്പാച്ചെ. നൈക്ക് അപ്പാച്ചെ. നൈക്ക് അപ്പാച്ചയാണ് ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിച്ച റോക്കറ്റ്. സൈക്കിളിൽ കൊണ്ടു നടന്ന് വിക്ഷേപിക്കുന്നതിന്റെ ചിത്രമൊക്കെ നിങ്ങൾക്ക് കാണാം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദിരാ പോയിന്റ്. ഏതാ? യെസ്, പണ്ട് പിഗ്മാലിയൻ പോയിന്റ് എന്നോ ഒക്കെ അറിയപ്പെട്ടിരുന്ന ഇന്ദിരാ പോയിന്റ് ആണ്. അതെവിടാ? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ആയതുകൊണ്ടാണ് അത്. ഇന്ത്യൻ ഉപദ്വീപ് എന്നാ ചോദിച്ചാൽ, പെനിൻസുലാർ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആൻഡമാൻ നിക്കോബാർ ഒന്നും പെടില്ല, കന്യാകുമാരി വരെയുള്ളൂ. ഓക്കെ, നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ആര്? നാട്യശാസ്ത്രത്തിന്റെ കർത്താവ്. നാട്യശാസ്ത്രം, ഞാൻ പറയോ, ഈ കലകളുടെ നാട്യകുലപതി. ആരാ? അല്ല, നാട്യശാസ്ത്രം. ഒരു ക്ലൂ തരാം. ഇന്ത്യക്ക് മറ്റൊരു പേരുണ്ടല്ലോ, ആ പേരുമായിട്ട് സാമ്യമുണ്ട്. ഇന്ത്യയുടെ മറ്റൊരു പേരെന്താ? യെസ്, നിഷാനാണ് അവിടെ ഉത്തരം പറഞ്ഞത്. ഭരതമുനി. ഭരതമുനി ഒരു കളം വരച്ച് പാടും. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാ? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസന വികൃതി. ശരിയായ ഉത്തരവാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഗുജറാത്ത്. സംശയമൊന്നും വേണ്ട, ഗുജറാത്ത് ആണ്. നമ്മളെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ എടേ, ഞാറ്റുവേലകളെ കുറിച്ച് അറിയാലോ. അതൊരു പ്രത്യേക കാലമാണ്. പണ്ട് നമ്മുടെ പോർച്ചുഗീസുകാർ വന്ന് ഇവിടെ നിന്ന് കുരുമുളകിന്റെ തണ്ടുമൊക്കെ ആയിട്ട് പോയപ്പോൾ ആൾക്കാർ വന്ന് സാമൂതിരിയോട് സങ്കടം പറഞ്ഞു, നമ്മുടെ കുരുമുളകൊക്കെ അവർ കൊണ്ടുപോവുകയാണെന്ന്. അപ്പം സാമൂതിരി പറഞ്ഞിട്ടുണ്ട് അത്രേ, അവർക്ക് തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ആ കാലം, ആ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ മാത്രമേ ഉള്ളൂ കുരുമുളകൊക്കെ തഴച്ചു വളരുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഞാറ്റുവേല ഏതാണെന്നറിയോ? ആദ്യത്തെ ഞാറ്റുവേല പറയൂ. ആദ്യത്തെ ഞാറ്റുവേല അശ്വതിയാണ്. റുബി, ആദ്യത്തെ ഞാറ്റുവേല. നിഷാൻ, ആദ്യത്തെ ഞാറ്റുവേല. നിബി, കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൃത്യ സ്ഥലപ്പേര് പറ നിബി. പല്ലനയാറിന്റെ തീരത്ത് റെഡീമർ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ട കുമാരനാശാന്റെ സ്മാരകം. ഇന്ന സ്ഥലത്തെ ആശാൻ സ്മാരകം. ഒരു ക്ലൂ ഉണ്ട് അതിന്. അല്ല, അതിന് ഏറ്റവും നല്ല ക്ലൂ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് അഴകിയ രാവണൻ സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് പോലീസുകാരനായിട്ട് വന്നിട്ട് ഈ പഞ്ചായത്തിലെ അരിമണികളെല്ലാം തോന്നയ്ക്കൽ ആശാൻ സ്മാരകം എവിടെ? പഠിച്ചു വെക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഇതാണ്. കുമാരനാശാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? തെന്മല. ശരിയായ ഉത്തരവാണ്. ഓക്കെ, അടുത്തത് കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യത്തെ മലയാളി ആര്? കേന്ദ്രത്തിലെ റെയിൽവേ മന്ത്രിയായ ആദ്യത്തെ മലയാളി ജോൺ മത്തായി. ശരിയായ ഉത്തരവാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ. നമ്മുടെ ഈ ചാനല് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഞങ്ങൾക്കൊരു സപ്പോർട്ട് ആകും. ഒപ്പം ചാനലിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാണിക്യക്കല്ല്, മാണിക്യക്കല്ല് കുട്ടികൾക്ക് വേണ്ടി എഴുതിയപ്പെട്ട ഒരു കൃതിയാണ്. എഴുതിയത് MD വാസുദേവൻ നായര. പക്ഷേ മാണിക്യക്കല്ല് എഴുതുമ്പോൾ MD വാസുദേവൻ നായർക്ക് മറ്റൊരു തൂലികാ നാമം ഉണ്ടായിരുന്നു. അതെ, ഇത് അങ്ങനെ നിങ്ങൾ മത്സരിച്ചു. കെ സരള. സരള. ബാലമുരളിയോ? ONV കുറുപ്പിന്റെയാണ്. അങ്ങനെയാണെങ്കിൽ ചാണക്യൻ. അർത്ഥശാസ്ത്രം. ചാണക്യന്റെ തൂലികാ നാമത്തിൽ എഴുതിയിരുന്നേ ജവഹർലാൽ നെഹ്റു. പ്രാചീന കാലത്ത്, പഴയ കാലത്ത് ഗണപതി വട്ടം എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ന് നമ്മൾ വയനാട്ടിലാണ്, വേറൊരു പേരാണ് അതിന്. പണ്ട് ഗണപതി വട്ടം, ഇന്ന് സുൽത്താൻ ബത്തേരി. ഒരു ബന്ധുവില്ലല്ലേ? സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടത്തിന്റെ പുതിയ പേര്? ഓ, ഫണ്ടാസ്റ്റിക്. ആലുവ. നമ്മൾ നേരത്തെ ആലുവയുടെ കാര്യം പറഞ്ഞു. ആലുവ ശിവരാത്രിയുടെ കാര്യം, അല്ലെങ്കിൽ ആലുവയിലാണ് ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനമൊക്കെ പറഞ്ഞു. ആലുവയിൽ ഒരു ഓട് വ്യവസായശാല, ഫാക്ടറിയൊക്കെ നിർമ്മിച്ച വളരെ പ്രശസ്തനായ ഒരു കവിയുണ്ട്. ആരാണ്? സ്വാഭാവികം ശ്രീനാരായണ ഗുരുവിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിച്ച ആളാണ് കേട്ടോ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളിയുടെ പേരാണ്
TC യോഹന്നാൻ. കേട്ടോ? TC യോഹന്നാൻ. നിഷാൻ എന്താണ്? TC യോഹന്നാൻ. അപ്പൊ പിന്നെ MD വത്സമ ആരാ? അതെനിക്ക് തോന്നുന്നേ പിന്നെ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണം നേടിയ ആദ്യത്തെ മലയാളി വനിതയാണോ? നിബി അതൊന്നും നോക്കിക്കടാ. MD വത്സമ, അത് അർജുന അവാർഡ് കിട്ടിയ, അത് KC അല്ലമ്മ അല്ലേ? അപ്പൊ MD വത്സമ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണം നേടിയ ആദ്യത്തെ മലയാളി വനിതയാണോ നോക്ക്. ആദ്യത്തെ മലയാളി ആരാ? TC യോഹന്നാൻ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാന്ന് പറയാം? മഹാകാവ്യം. മഹാകാവ്യമല്ല, മലയാളത്തിലെ ഈ കവിതയായിട്ട് ബന്ധപ്പെട്ട മഹാകാവ്യം. കാവ്യം എന്ന് പറഞ്ഞ കവിത. എടാ പൊടാ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം MD വത്സമ്മ മഹാകാവ്യം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത. ആദ്യത്തെ മലയാളി ചോദിച്ചാൽ TC യോഹന്നാൻ. ഇതിപ്പം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യത്തിന്റെ പേരാണ് രാമചന്ദ്ര വിലാസം. ഏതാ? രാമചന്ദ്ര വിലാസം. ആരാ എഴുതിയേ? അഴകത്ത് പത്മനാഭക്കുറിപ്പ്. നിഷാൻ. അതെന്താണ്? രാമചരിതം ശ്രീരാമകവി. ഇത് അഴകത്ത് പത്മനാഭക്കുറിപ്പിന്റെ രാമചന്ദ്ര വിലാസമാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം. ഓക്കെ. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചതാരാ? കഴ്സൺ പ്രഭു ആണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ഏക വൈസ്രോയി ആരാ? ബംഗാളിനെ രണ്ടായിട്ട് വെട്ടിമുറിച്ച് വിഭജനം നടത്തിയതാരാ? അപ്പോൾ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചതോ? റുബി ആരാ? റുബി എടി ഒരു ആവേശത്തിലൊക്കെ പറയണ്ടേ. ജൈന മതത്തിലുമായി ബന്ധപ്പെട്ട പ്രവാചകന്മാർക്കൊരു പേര് തീർത്ഥങ്കരന്മാർ. എത്ര തീർത്ഥങ്കരന്മാരുണ്ട്? വർത്തമാനന്ദ ഒന്നുമില്ല, വർത്തമാന മഹാവീരൻ. ഒന്നാമത്തെ തീർത്ഥങ്കരൻ യെസ്, അവിടെ നിബി സ്കോർ ചെയ്തു. ജൈനമതത്തിലാണോ ബുദ്ധമതത്തിലാണോ? നോക്കിക്കോ. റൈറ്റ് ആക്ഷൻ, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് ബിലീഫ്. എടേ എത്ര തീർത്ഥങ്കരന്മാർ? അല്ല, അപ്പൊ ബുദ്ധനല്ലേ? ബുദ്ധത്തിനും കാണുമായിരിക്കും. ബുദ്ധം സംഘം ശരണം. അതെന്നതാ? ഇതിപ്പോ സോഷ്യൽ സയൻസിന്റെ ക്ലാസ് അല്ലേ, ഒന്നും ഇങ്ങോട്ട് കേൾക്കൂ. എടേ 24ാമത്തെ തീർത്ഥങ്കരൻ വർദ്ധമാന മഹാവീരൻ. ഒന്നാമത്തെ ആള് ഋഷഭദേവൻ. വർദ്ധമാന മഹാവീരന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലത്തിന്റെ പേര് പറയാവോ? അത് ബോധഗയയില് ബുദ്ധന് അത്തിമരച്ചോട്ടിൽ ഫിഗായിരുന്നു. ഇത് ജൃംബിക ഗ്രാമം സാലവൃക്ഷ ചുവട്ടിൽ വെച്ച്. ഇവരെല്ലാം വൃക്ഷത്തിന്റെ ചുവട്ടില അല്ലെ? പാവം മരങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉള്ളവരെല്ലാം വന്നിട്ട് എന്തെങ്കിലും സമാധാനം കിട്ടാനിരിക്കുന്നതൊക്കെ മരങ്ങളുടെ ചുവട്ടിൽ. മരങ്ങൾക്ക് സമാധാനം ഉണ്ടാവൂ? സാലവൃക്ഷ ചുവട്ടിലാണ് ജൃംബിക ഗ്രാമം. എന്താ? ഓക്കെ. അയ്യങ്കാളി പിന്നോക്ക സമുദായക്കാർക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. അയ്യങ്കാളി അല്ലേ? അപ്പൊ പിന്നെ ഏതാ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. 2026 ഓഗസ്റ്റ് 29 എന്ന ഇന്നത്തെ ദിവസം 2 മഹാന്മാരുടെ ജന്മദിനമാണ്. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു. മഹാത്മാ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും. അപ്പൊ ഒരു കാര്യമുണ്ട്, കാര്യങ്ങൾ പഠിക്കുക, ക്വസ്റ്റിന് വേണ്ടി പഠിക്കുക. അതിന്റെ ഒപ്പം തന്നെ ഓർക്കേണ്ടത് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ ചേർന്നാണ് നമ്മുടെ കേരളത്തിന് ഇതുപോലെ ഉഴുതുമറിച്ച് നമ്മുടെ പ്രബുദ്ധ കേരളമായിട്ട് ഇന്ത്യയുടെ മുന്നിൽ, ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് അവരെക്കുറിച്ചൊക്കെ കൂടുതൽ വായിക്കാൻ, പഠിക്കൽ മാത്രമല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ വിഷയം ഇവിടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. എല്ലാ കൂട്ടുകാരും എല്ലാ ക്വസ്റ്റ്യനും നന്നായി പ്രിപ്പയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. റുബിക്കും